കഥ നടന്നത് ആമസോൺ കാട്ടിലാണ്. അവിടെ ഒരു കുസൃതിക്കാരനായ കുരങ്ങുണ്ടായിരുന്നു. അത് എപ്പോഴും എല്ലാവരോടും കുസൃതി കാണിച്ചുകൊണ്ടേയിരുന്നു. അത് മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ ചിന്തിച്ചില്ല. എന്നാൽ വളരെ കുസൃതിയാണ്. ഒരു ദിവസം ഒരു നായ, അതിന്റെ പേര് കാലു, അത് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടുത്ത് ഒരു ചെന്നായ വന്നു. അതിന് തന്നെ രക്ഷിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ലാലുകുരങ്ങൻ അതിന്റെ ശബ്ദം കേട്ട് അതിന്റെ അടുത്തേക്ക് പോയി. രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, ഈ ചെന്നായ എന്നെ കൊല്ലാൻ വരുന്നു, ആരെങ്കിലും എന്നെ സഹായിക്കൂ. ലാലുകുരങ്ങ് പോയി അതിന് സഹായം ചെയ്തു. ചെന്നായക്കിട്ടൊരടി കൊടുത്ത് അതിനെ അവിടെ നിന്നും തുരത്തിവിട്ടു. എടാ, നീ എത്ര മടിയനാ! നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ അറിയില്ലേ? എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു കൂടെ? എന്നാൽ ആ ചെന്നായ എന്നെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ? അതുകൊണ്ടാ ഞാൻ ഓടാത്തത്. ഞാൻ കൊച്ചു ചെറുക്കനല്ലേ, എനിക്ക് പേടിയാ. ശരി, എന്താടാ നിന്റെ പേര്? എന്റെ പേര് കാലുവെന്നാ. ഇവിടെ അടുത്തുള്ള കാട്ടിലാ താമസിക്കുന്നത്. ഇവിടെ ഞാൻ കളിക്കാൻ വരുന്നതാ. നിന്റെ പേരെന്താ? എൻ്റെ പേര് ലാലു. ഉള്ളതിൽ കുസൃതിയായ കുരങ്ങൻ. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഈ കാട്ടിലാ താമസിക്കുന്നത്. ആണോ? ശരി, വൈകുന്നേരമായി. ഞാൻ എൻ്റെ വീട്ടിൽ പോകുക. ഇനി നാളെ നിന്നെ മീറ്റ് ചെയ്യാം. എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. നിനക്ക് എൻ്റെ കൂടെ കളിക്കാൻ വരാമോ? നിനക്ക് എൻ്റെ സുഹൃത്താകാമോ? ആ, ഉറപ്പായും. ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഫ്രീ ആയിരിക്കും. നിന്റെ കൂടെ തന്നെ ഞാൻ കളിക്കാം, നിന്റെ സുഹൃത്തുമാകാം. അങ്ങനെ അടുത്ത ദിവസം കാലുനായി വീണ്ടും വന്നു. ലാലുകുരങ്ങൻ അതിനോടൊപ്പം കളിക്കാനും വന്നു. രണ്ടുപേരും സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാടധികം അടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ആ കാട്ടിൽ ലാലുവിന്റെയും കാലുവിന്റെയും സൗഹൃദത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും അവിടെ ഒരുപാട് ഫേമസുമായി. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാൽ കാലുവും ലാലുവും ഉടനെ അവിടെ പോയി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അവർ രണ്ടുപേരും എപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടാകുമോ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ദിവസം എന്തു നടന്നെന്നാൽ, ഒരു മുയൽ ഒരു പൂച്ചയുടെ മുൻപിൽ അകപ്പെട്ടു. ആ പൂച്ച അതിനെ തിന്നാൻ നോക്കി. ഏയ് കുഞ്ഞു മുയലേ, എന്റെ അടുത്തേക്ക് വാ. ഇന്ന് നീയാണ് എന്റെ ഭക്ഷണമാകാൻ പോകുന്നത്. ഇല്ല ഇല്ല ഇല്ല, എന്നെ വിട്ടേക്കൂ പൂച്ചേ. ഞാൻ കൊച്ചു കുട്ടിയല്ലേ. എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ദൂരെ വന്നു. അവരെവിടെയാണെന്ന് പോലും അറിയില്ല. അവരെന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നിനക്കിനി അവരെ കാണാനും പറ്റില്ല. അവർക്കും നിന്നെ ഇനി കിട്ടുകയുമില്ല. കാരണം ഞാൻ നിന്നെ തിന്ന് എന്റെ വിശപ്പകറ്റാൻ പോകുക. ഇല്ല ഇല്ല ഇല്ല, എന്നെ വിട്ടേക്കൂ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ. അപ്പോൾ കാലും ലാലും അവിടേക്ക് വന്നു. രണ്ടുപേരും ചേർന്ന് ആ പൂച്ചയെ അടിച്ചോടിക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത് നിന്നും ആ കുഞ്ഞു മുയലിനെ അവർ രക്ഷിച്ചു. ആ പൂച്ചയ്ക്ക് രണ്ടുപേരോടും ദേഷ്യമായി. കാരണം അതിപ്പോൾ അപമാനിതയായില്ലേ. അത് ഇപ്പോൾ അവിടെ നിന്നും പോയിരുന്നു. എന്നാൽ അത് മനസ്സിൽ തീരുമാനിച്ചിരുന്നു, കാലുവിനെയും ലാലുവിനെയും തമ്മിൽ പിരിച്ചേ ഒക്കുവെന്ന്. കാലുവിനെയും ലാലുവിനെയും ഒരു വഴിക്കാക്കണം. അവരെ രണ്ടുപേരെയും ഞാൻ തമ്മിൽ അടുപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാട്ടിലുള്ള പൂച്ചയേ അല്ല. അത് അതിന്റെ സമയത്തിനായി കാത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അത് കാലുവിന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു: കാലു, ലാലു, അന്ന് സംഭവിച്ചതിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാ. അന്നെനിക്ക് ഒരുപാട് വിശപ്പുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കേ. ആഹാ, ശരി ശരി. ഞാൻ അതെപ്പോഴേ മറന്നു. ഒരേ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സമയവുമില്ല. എനിക്കും നിങ്ങളുടെ സുഹൃത്താകണം. നിങ്ങൾക്ക് എന്റെ സുഹൃത്താകാമോ? ഹാ, നീ അടങ്ങി ഒതുങ്ങി നിന്നാൽ ഞങ്ങളുടെ സുഹൃത്തായി മാറാം. ഹാ, ഞാൻ മര്യാദയ്ക്ക് നിന്നോളാം. ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കില്ല. അങ്ങനെ ആ പൂച്ച രണ്ടുപേരോടും സൗഹൃദത്തിലായി. അവൾ അവർക്ക് നല്ലൊരു കൂട്ടുകാരിയുമായി മാറി.
ആ പൂച്ച കുറെ നാൾ വരെ നല്ലവളെ പോലെ അഭിനയിച്ചു. പതുക്കെ പതുക്കെ അവൾ കാലുവിന്റെയും ലാലുവിന്റെയും ഇടയിൽ വഴക്കുമുണ്ടാക്കി. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുത്തനോട് പോയി ഒന്ന് പറയും, മറ്റവനോട് ഇവനെപ്പറ്റി പറയും. അതുകൊണ്ട് അവർക്കിടയിൽ വഴക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാലും അവർ രണ്ടുപേരും ഒത്തൊരുമിച്ചിരുന്നു. കാരണം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ. ഒരു ദിവസം ആമസോൺ കാട്ടിൽ തീ പടർന്നു എന്ന വാർത്ത വന്നു. അതേസമയം കാലുവിനും ലാലുവിനും ഇടയിൽ വലിയ വഴക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കാലുവിന്റെ കാല് ഒരു പാറയ്ക്കടിയിൽ അകപ്പെട്ടു. തീയും കൂടി വന്നു. ലാലു അതുവഴി ഓടിപ്പോകുമ്പോൾ അവൻ കണ്ടു കാലുവിന്റെ കാല് അകപ്പെട്ടിരിക്കുന്നത്. അവൻ അവനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവന് പറ്റിയിരുന്നില്ല. കാരണം ആ പാറയ്ക്കടിയിൽ അവന്റെ കാൽ നന്നായി അകപ്പെട്ടിരുന്നു. ലാലു കാലുവിന്റെ കൈയും പിടിച്ച് അവിടെ തന്നെ നിന്നു. ചങ്ങാതി, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ സഹായിക്കാനേ പറ്റുന്നില്ല. എന്നാൽ നീ ഈ തീയിൽ കത്തുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ജീവിച്ചാലും മരിച്ചാലും അതൊരുമിച്ച്. ലാലു, നീ ഇപ്പോൾ എന്റെ യഥാർത്ഥ സുഹൃത്തായി സംസാരിക്കുന്നു. എന്നാൽ നീ എന്തിനാ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ വെടിയുന്നത്? നീ പോ പോ. എന്നാൽ ലാലു കാലു പറഞ്ഞത് കേട്ടതേയില്ല. കാരണം അവന്റെ സുഹൃത്തിനോട് അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവൻ തീരുമാനമെടുത്തിരുന്നു, ജീവിച്ചാലും മരിച്ചാലും അത് ഒരുമിച്ചായിരിക്കുമെന്ന്. രണ്ടുപേരും ആ തീയിലകപ്പെട്ട് ചത്തുപോയി. സൗഹൃദം അത് ഇങ്ങനെ ആയിരിക്കണമെന്നവർ കാട്ടിത്തന്നു. ഈ കഥയിലൂടെ നമ്മൾ പഠിച്ച പാഠം എന്തെന്നാൽ സൗഹൃദം ഒരു കാരണം കൊണ്ടും മാറുകയില്ല. ചിലപ്പോൾ അതിൽ രക്തബന്ധം ഇല്ല എന്നുണ്ടെങ്കിലും അവർക്കുള്ളിൽ ആഴമേറിയ സൗഹൃദം ഉണ്ടായിരിക്കും. നമുക്കായി അവർ എന്തു വേണമെങ്കിലും ചെയ്യും.